മൂലവിഗ്രഹം കിടക്കുന്നതാണ്, ശയന വിഗ്രഹമാണ് കടിശർക്കര. അത് കടിശർക്കര ആയതുകൊണ്ട് അഭിഷേകമില്ല. ഇങ്ങനെ പുഷ്പം ഇടുന്നതല്ലാതെ അർച്ചന മാത്രമേ ഉള്ളൂ. ആ അർച്ചന നിർമ്മാല്യം മാറ്റുന്നത് തന്നെ മയിൽപ്പീലി കൊണ്ട് പതുക്കെ തൂത്താണ് മാറ്റുന്നത്. വലിയ മയിൽപ്പീലി കൊണ്ട് പതുക്കെ തൂത്താണ് മാറ്റുന്നത്. അവിടെ അഭിഷേകമില്ല. അപ്പോൾ സ്വാമിക്ക് അഭിഷേകം വേണം. അഭിഷേകത്തിന് വേണ്ടി നടുവിലത്തെ നടയിൽ കാണുന്ന നിൽക്കുന്ന, അതാണ് ശ്രീദേവി ഭൂദേവി എന്നൊക്കെ പറഞ്ഞാൽ സ്വർണ്ണമാണ്. സ്വർണത്തിലുള്ള നിൽക്കുന്ന വിഷ്ണു, അപ്പുറത്തും ഇപ്പുറത്തും ശ്രീദേവിയും ഭൂദേവിയും എല്ലാം സ്വർണ്ണ വിഗ്രഹങ്ങളാണ്. അതാണ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് അഭിഷേകത്തിന് കൊണ്ടുവരുന്നത്. അതിൻ്റെ അടുക്കലായിട്ട് അതും കൊണ്ടുവരാറുണ്ടെന്ന്. അടുക്കലായിട്ട് നാലാമത്തെ ഒരു വിഗ്രഹം കൊണ്ടുവരും. ഇരിക്കുന്ന കൊച്ച് വെള്ളിയിലുള്ളത് ഇരിക്കുന്ന വിഗ്രഹമാണ്. അതും ഭഗവാൻ തന്നെയാണ്. ആ വിഗ്രഹത്തിനെയാണ് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്നത്. ആറാട്ട്, പല്ലുവേട്ട തുടങ്ങിയതൊക്കെ എഴുന്നള്ളിക്കുന്നതൊക്കെ ഈ ഇരിക്കുന്ന വെള്ളി ശിവേലി വിഗ്രഹമാണ്. അപ്പോൾ പത്മനാഭൻ്റെ ശ്രീകോവിൽ ഒരു മനുഷ്യൻ്റെ 3 പോസ്റ്റേഴ്സ്, കിടക്കുക, ഇരിക്കുക, നിൽക്കുക, ഇത് 3 അത് അങ്ങനെ വരുന്നത് തന്നെ ഒരേ ശ്രീകോവിൽ അങ്ങനെ വരുന്ന ഒരേ മൂലദേവൻ്റെ അങ്ങനെ 3 പോസ്റ്റേഴ്സ് വരുന്നത് വിശേഷം എന്ന് പറയുന്നു. സാളിഗ്രാമം അതിവിശേഷം, സന്യാസി പൂജ ഉള്ളത് അതുപോലെ വിശേഷം. അവിടെ പുഷ്പാഞ്ജലി സ്വാമിയരന്മാരുടെ ആരാധനയുണ്ട്. അതങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ഒരു ശ്രീകോവിലാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, മധുവും കൈടവനും മധുവും 2 രാക്ഷസന്മാർ നിൽക്കുന്നുണ്ട് അവിടെ. അവരും കടിശർക്കര അവിടെ നിൽക്കുന്നുണ്ട്. അവർ സ്വതേ അനന്തശയന വിഷ്ണു ക്ഷേത്രങ്ങളിലെയും മധു കൈടവന്മാരെ കാണുന്നു. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ അനന്തശയന വിഷ്ണു ക്ഷേത്രം അവരവിടെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നെഗറ്റിവിറ്റിയും കൂടെ കാണിക്കാനായിരിക്കാം. അതിൻ്റെ അകത്ത് തന്നെ, ശ്രീകോവിലിനകത്ത് തന്നെ ഭഗവാന്റെയും നരസിംഹസ്വാമിയുടെയും ഗരുഡ വാഹനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം വാഹനപ്പുരയിലാണ്, എല്ലാ വാഹനങ്ങളും. ഈ 2 ഗരുഡ വാഹനം ഭഗവാന് പ്രിയതമമാണ്. പ്രിയതരമല്ല, പ്രിയതമം, സൂപ്പർലേറ്റീവ്, ഏറ്റവും. അപ്പോൾ പ്രിയതമമായിരിക്കുന്ന ഗരുഡനെയും ഗരുഡൻ്റെ വാഹനവും നരസിംഹസ്വാമിയുടെ ഗരുഡവാഹനവും 2 ശ്രീകോവിലിൻ്റെ അകത്ത് വെച്ച് തിരികൾ കൊളുത്തുന്നുണ്ടെന്ന് അത് നമുക്ക് കാണാൻ വയ്യ, പറഞ്ഞറിയ അറിവാണ്. നമുക്ക് കാണാൻ കിട്ടില്ല, അകത്താണ്.